everyone, welcome back to yet another video. അപ്പോൾ ഇത് ഒരു ഡെമോ ഹാളാണ് which is completely ഒരു കിച്ചൺ എസെൻഷ്യൽസ് ആയിട്ടുള്ള ഒരു ഡെമോ ഹാള്. നമ്മൾ വീട് ചേഞ്ച് ചെയ്തപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് ഒരുപാട് സാധനങ്ങൾ വേണ്ടി വന്നു. അങ്ങനെ കുറച്ച് നമ്മൾ മേടിച്ചത് ഐക്കെന്നാണ്. ആൻഡ് അതിൽ ഞാൻ നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവായിട്ട് എന്നൊക്കെ തോന്നിയ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു. അത് ഞാൻ ടെമുയിൽ നിന്ന് കുറച്ച് ഓർഡർ ചെയ്തു. ഒരുപാടില്ല, എന്നാലും കുറച്ച്, വിച്ച് ഈസ് വെരി ഹെൽപ്ഫുൾ ഇൻ കിച്ചൺ. അതുകൊണ്ടാണ് ഞാൻ ഈ ഹോളി ചെയ്യുന്നത്. ആൻഡ് so without any further delay, let's get into the video. And before that, ഇത്രയും മേക്കപ്പ് ഞാനൊരു ടെമോ ഹാളിൽ ചെയ്യാൻ വേണ്ടി ഇട്ടതല്ല, ഒരു ഓണം മേക്കപ്പ് ലുക്ക് ഇപ്പോൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ഇട്ട ഒരു മേക്കപ്പാണ്. ആൻഡ് നല്ല കുഴഞ്ഞ് വെളിയിൽ പോയി നമ്മൾ 2-3 ഫോട്ടോ ഒക്കെ എടുത്തപ്പോൾ നല്ല വെയിലായിരുന്നു, അതുകൊണ്ട് അത്യാവശ്യം കുഴഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ടെമോയിലുള്ള ഐറ്റംസ് ഒക്കെ കാണാം. ഓക്കെ, ഇത്രയാണ്. ഫസ്റ്റ് തന്നെ ഞാൻ വാൾപേപ്പേഴ്സ് കാണിച്ചു തരാം. ഇത് ആക്ച്വലി നമ്മുടെ കിച്ചണിൽ നമ്മൾ സൈഡിൽ 2 ടൈപ്പ് ഓഫ് വാൾപേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. ഒരുപാട് വെറൈറ്റി ഒന്നും കിട്ടിയില്ല, അതുകൊണ്ടാണ് നമ്മൾ ടെമുയിൽ നോക്കി. ഇത് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കിച്ചൺ മേക്ക് ഓവറിൽ ചെയ്യുമ്പോൾ നമ്മുടെ സ്ലാബില്ലേ അവിടെ ഒട്ടിക്കാൻ വേണ്ടിയാണ് ഈ ഒരു മാർബിൾ ടൈപ്പ് ഓഫ് ഇത് ഞാൻ ഓർഡർ ചെയ്തത്. അതിൻ്റെ ഒരു കിച്ചൺ മേക്ക് ഓവർ വീഡിയോ ഞാൻ ഇടാം. ആൻഡ് ഇതാണ് ആ ഒരു വാൾപേപ്പർ സെറ്റ്. 2 സെറ്റായിട്ടാണ് വന്നത്. ഇത് തുറന്ന് കാണിക്കാൻ പറ്റില്ല, കാരണം ഇത് ഓൾറെഡി സീൽഡ് ആയിട്ട് വെച്ചേക്കുക. ഇതാണ് ആ ഒരു പ്രിൻ്റ്, നിങ്ങൾക്ക് കാണാം. അത്യാവശ്യം ഒരു ബ്ലൂയിൽ ഒരു ഗോൾഡൻ വരുന്ന ഒരു മാർബിൾ സെറ്റാണ്. പിന്നെ ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു ക്യൂട്ട് ബൗളാണ്. അത് 2 യൂസ് ഉണ്ട്. ഇതാണ് ആ ഒരു ബൗള്. ഇതിൻ്റെ ഒരു യൂസ് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തിട്ട് നമുക്കിതിൽ വെച്ചിട്ട് കഴിക്കാം. ഇത് ഉള്ളതുകൊണ്ട് ലീക്കിംഗ് ഒന്നും ആവില്ല. ഓക്കെ, പക്ഷേ ഇത് ഊരി കഴിഞ്ഞാൽ നമുക്ക് ഫ്രൂട്ട്സൊക്കെ വാഷ് ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. ഇത് ഒരു പ്ലാസ്റ്റിക് കൈൻഡ് ഓഫ് ആണ്. ഹോട്ടായിട്ടുള്ള കാര്യങ്ങളൊന്നും വെക്കാൻ പറ്റില്ല, എന്നാലും കുറച്ച് യൂസ്ഫുള്ളാണ്. കാരണം ഈ ഒരു ഹോളുള്ളത് നമുക്ക് ഫ്രൂട്ട്സ് വാഷ് ചെയ്യാം. എന്നിട്ട് പിന്നെ ആ കട്ട് ചെയ്ത ഫ്രൂട്ട്സ് വെക്കാനായിട്ട് ഇത് ഇങ്ങനെ ഒന്ന് ടൈറ്റൻ ചെയ്താൽ മതി. അപ്പോൾ എന്താ യൂസ്ഫുൾ എന്ന് പറയുമ്പോൾ കാണാനും, ഇത് ആക്ച്വലി സ്റ്റിക്കേഴ്സായിട്ട് അവർ തന്നതാണ്, പിന്നെ ഞാനിത് ഒട്ടിച്ചതാട്ടോ. ഇത് കാണാനും ഒരു ക്യൂട്ടാണ്, ഒരു എസ്തറ്റിക് സാധനമുണ്ട്. ആൻഡ് 2-in-1 പർപ്പസും ഉണ്ട്. ഓക്കെ, പിന്നെ ഭയങ്കര എനിക്ക് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്ന ഒരെണ്ണമാണ് ഓയിൽ ഡിസ്പെൻസർ. ഈ ഒരു ഓയിൽ ഡിസ്പെൻസറിന് സാധാരണ നമ്മൾ ഓവനിലോ അല്ലെങ്കിൽ എയർ ഫ്രയറിലോ ഇതൊന്നും ഇല്ലാതെ പാനിൽ തന്നെ നമുക്ക് വെറും സ്പ്രേ ചെയ്യേണ്ടതായിട്ടുള്ള ഓയിൽ മാത്രം മതി എന്നുള്ള ടൈമിൽ നമ്മൾ എന്താ യൂഷ്വലി ചെയ്യുക, ഒരു ഓയിൽ ഡിസ്പെൻസർ മേടിക്കും, അതുപോലെ ഒരു ഓയിൽ സ്പ്രേ ചെയ്യുന്നതും നമ്മൾ മേടിക്കും. ഇത് 2-in-1 ആണ്. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങൾക്ക് സ്പ്രേ ചെയ്യണം എന്നാണ് എങ്കിൽ ഇതിൽ ഓയിൽ നിറച്ചിട്ട് ഇതൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഇതുവഴി ഇത് സ്പ്രേ ആവും. അതേസമയം കുറച്ചധികം കറി വെക്കാനാണ് ഓയിൽ ഒഴിക്കണം എന്നുള്ളതാണെങ്കിൽ ഇവിടെ ഒരു ബട്ടൺസ് ഉണ്ട്. ഇതിങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഓപ്പൺ ആയിട്ട് ഇതിൽ നിന്ന് നമുക്ക് ഒഴിക്കാം. മനസ്സിലായില്ല? അപ്പോൾ ലെസ് ഓയിലിൻ്റെതും അതുപോലെ കുറച്ചധികം ഓയിൽ വേണ്ടതാണെങ്കിലും ഒരു ബോട്ടിൽ തന്നെ കാര്യം നടക്കും. 2 എണ്ണം വെക്കാനുള്ള സമയവും സ്പേസും ഇല്ല, അത് മേടിക്കേണ്ട ആവശ്യവും ഇല്ല. ഇതാണ് ആ ഒരു ഓയിൽ ഡിസ്പെൻസർ. ഇതിൽ ഓപ്പൺ ചെയ്താൽ ഒരുപാട് വരും. അതല്ല, അത് നമുക്ക് വേണ്ടെങ്കിൽ ഇതിങ്ങനെ അങ്ങ് ക്ലോസ് ചെയ്താൽ മതി. ഇതിലൊന്ന് ഇത് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ പ്രസ് ചെയ്ത് ഓയിൽ സ്പ്രേ ചെയ്യാം. അതാണ് 2ാമത്തെ സാധനം. പിന്നെ 3ാമത്തെ സാധനം എന്ന് പറഞ്ഞാൽ ഈ ഒരു മൈക്രോ ഫൈബർ ടവൽ റോളാണ്. അതായത് നമ്മുടെ സ്ലാബും കിച്ചണും ക്ലീൻ ചെയ്യാനായിട്ട് ഇത് ഓരോന്നോരോന്ന് എടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇത് മാത്രമല്ല ഈസി ടു ക്ലീൻ ആണ്, പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അതുപോലെ ഇങ്ങനെ ലിൻറ്റൊന്നും വരത്തില്ല. പിന്നെ പെട്ടെന്ന് വാഷ് ചെയ്തിട്ട് നമുക്കൊരു 3 to 4 അല്ലെങ്കിൽ ഒരുപാട് തവണ നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാം. ഒരു 10 റോൾ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇതിൽ എത്ര റോൾ ഉണ്ടെന്നറിയാം. പെട്ടെന്ന് നമുക്ക് ടിയർ ചെയ്ത് ഉപയോഗിക്കാം. ഇങ്ങനെ റോളായിട്ടിരിക്കും. ഈ ഒരു ടവൽ കിച്ചണിൽ വെക്കാനായിട്ട് ഞാനൊരു റോള് മേടിച്ചിട്ടുണ്ട്. പക്ഷേ ഇതെനിക്ക് ഒരു പ്രശ്നം വന്നതെന്ന് വെച്ചാൽ ഇത് കറക്റ്റായിട്ട് കയറുന്നില്ല. അപ്പോൾ നമ്മളത് ഒന്നുകൂടെ ഓപ്പൺ ചെയ്യണം. ഇത് ഇങ്ങനെ നമ്മൾ വെക്കുമല്ലേ, ഈ ഒരു റോള് ഇതിനകത്തേക്ക് വെച്ചിട്ട് ഇങ്ങനെ കിച്ചണിൽ വെക്കാം. അപ്പം ഒരു സൈഡിൽ നമുക്കിത് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് എടുക്കുകയും ചെയ്യാം. ഇത് 2 സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഐറ്റം വളരെ ഉപയോഗകരമായ ഇത് കിച്ചൺ
ഉള്ള ഐറ്റംസ് ആണെങ്കിൽ പോലും ഇതിൽ പെടാത്തൊരു ഐറ്റം ഉണ്ട്. അതായത് നെയിൽ പോളിഷാണ്. എങ്ങനത്തെ? പീലബിൾ നെയിൽ പോളിഷ്. ഈ പീലബിൾ ഇത് എനിക്കൊരു ഫാൻസി തോന്നി ഞാൻ മേടിച്ചു. പക്ഷേ ഇത്രയും ഒരുപാട് കളേഴ്സ് അതിൽ വരുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷ എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല. 1-2 കളേഴ്സ് മാത്രം അത് കാണിച്ചു. പക്ഷേ ഒരുപാട് കളേഴ്സ് വന്നിട്ടുണ്ട്. ഇതെന്ന് പറയുമ്പം പീലബിൾ, അതായത് നെയിൽ പോളിഷ് നമ്മൾ ഇട്ടാലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താ? ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് അത് നെയിൽ പോളിഷ് റിമൂവർ കൊണ്ട് കുത്തിയിരുന്ന് മായ്ക്കണം. അതെനിക്ക് പറ്റത്തേ ഇല്ല. ഇതെന്ന് പറയുമ്പോൾ പീലബിൾ നെയിൽ പോളിഷാണ്. അതായത് ഇടുക, പീൽ ചെയ്തെടുക്കുക. അങ്ങനെയാണ് ഇത് ഇവർ പറഞ്ഞത്. സോ ലെറ്റ് സീ വെദർ ഇത് വർക്കിംഗ് ആണോ, പീലബിളായിട്ടുള്ളതാണോ എന്നുള്ളത് ഞാൻ ഒരെണ്ണം ഇട്ട് നോക്കിയിട്ട് കാണിക്കാം. ഓക്കെ, ഈ ഒരു ലൈറ്റ് ബ്ലൂ ആണ്. എൻകൗണ്ടർ നെയിൽ പോളിഷ് എന്നൊക്കെ ഇട്ടിട്ടുണ്ട്. എലഗൻസ് ഓഫ് ഫിംഗർ ടിപ്സ് പീലബിൾ എന്ന് പറഞ്ഞാണ് ഞാൻ മേടിച്ചത്. പക്ഷേ ഇതിൽ പീലബിൾ എന്നൊന്നും എഴുതിയിട്ടില്ല. ഞാൻ പീലബിൾ എന്ന് കണ്ടാണ് മേടിച്ചത്. ഓക്കെ, അപ്പോൾ ഇത് പീലബിൾ അല്ലേ എന്നൊരു സംശയം എനിക്കില്ലാതില്ല. കുറച്ചധികം കളേഴ്സിൽ വന്നിട്ടുണ്ട്. നോക്കാം പീൽ ചെയ്യാൻ പറ്റുമോ. എന്നിട്ട് നമ്മുടെ ലാസ്റ്റ്, ഓക്കെ ഇതാണ് ഒരു ഷെയ്ഡ്. എന്നിട്ട് നമുക്ക് വീഡിയോയുടെ ലാസ്റ്റ് ഇത് പീൽ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ലാസ്റ്റ് പറയാം. ഓക്കെ, ഞാൻ എന്തായാലും ഇട്ടിട്ടുണ്ട്. ഈ കളേഴ്സ് ഏതൊക്കെ കളർ, എന്തെന്തായാലും ഒരു വലിയ മണമില്ല. ഇതാണ് ഈ കളറ്. നമുക്ക് എന്തായാലും ലാസ്റ്റ് കളർ എന്തായാലും ഇതിന് തിരിച്ച് ഇതായിട്ട് കൊടുക്കാൻ പറ്റില്ല. ലാസ്റ്റ് നമുക്കിത് പീൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയാണ് കളേഴ്സ്. ഒരു ലൈറ്റ് പിങ്ക് ഉണ്ട്, അതിനകത്ത് ഒരു മെറൂൺ കളർ വരുന്നുണ്ട്, ഒരു പച്ച, പിന്നെ ഇതൊരു എന്തോ ഒരു കളർ, എന്താ കളർ എന്ന് എനിക്കറിയില്ല, ഒരു ബ്ലൂ ആൻഡ് അതിൻ്റെ ഒരു ലൈറ്റ് ബ്ലൂ. ഇത് ഇത്രയാണ് വരുന്നത്. ആൻഡ് ഇത് പീലബിൾ ആണോ എന്നുള്ള കാര്യം നമുക്കിപ്പം നോക്കാം. അപ്പം ലാസ്റ്റ് നോക്കാം, കാരണം അത് നല്ലപോലെ ഉണങ്ങി വരണം. പിന്നെ ഞാൻ മേടിച്ചത് ഇത് മാത്രമേ ഉള്ളൂ കിച്ചണിൽ യൂസ് ചെയ്യാത്തൊരു സാധനം. പിന്നെ ഇതെന്താണ് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതിൻ്റെ കൂടെ വരുന്നതാണ് ഈ സ്കെച്ച് പെൻ ആൻഡ് മാഗ്നറ്റ്സും ഉണ്ട്. അതായത് ഇത് ഫ്രിഡ്ജിൽ നമ്മളിങ്ങനെ മാഗ്നറ്റ് ചെയ്ത് വെക്കുന്നൊരു സാധനമാണ്. ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ നമുക്ക് മീല് പ്ലാൻ ചെയ്യാം. അതായത് ഇതിൽ എഴുതാം മൺഡേ, ട്യൂസ്ഡേ അങ്ങനെ എഴുതിയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്താ, അപ്പം നമുക്കൊരു കൺഫ്യൂഷൻ കിച്ചണിൽ കയറുമ്പോൾ വരത്തില്ല. ലഞ്ച് എന്താ, അതുപോലെ ഡിന്നർ എന്താണെന്നുള്ളത് നമുക്കിങ്ങനെ എഴുതി വെച്ചാൽ, ഓരോ വീക്കിലുള്ളത് ഇങ്ങനെ നമ്മൾ എഴുതി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് പ്ലാൻ ചെയ്തതിൽ ഒരു വീക്കിൻ്റെ പ്ലാൻ ചെയ്ത് പോവാം. എന്നിട്ട് ആ വീക്ക് കഴിയുമ്പോൾ എന്ത് ചെയ്യണം? ഇത് വെച്ചിത് റബ്ബ് ചെയ്ത് നമുക്ക് കളയാം. ഓക്കെ, അതാണ് ഇതെനിക്ക് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ എന്താ, നമുക്കിങ്ങനെ ഇതൊന്ന് ആലോചിച്ചിട്ട് മിക്കവാറും പുറത്തുനിന്ന് മേടിക്കും, അല്ലേ ഫുൾ കൺഫ്യൂഷൻ. അപ്പോൾ ഡയറ്റൊക്കെ ചെയ്യുന്ന ടൈം ആയതുകൊണ്ട് നമുക്കിതിങ്ങനെ ആലോചിച്ച് ഓൾറെഡി ഒരു വീക്കിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ, 2 പേരോടെ ചോദിച്ചിട്ട് എന്താ വേണ്ടതെന്നുള്ള സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. പൊട്ടുന്ന സാധനമാണ്. അല്ല, രണ്ടാമത്തെ അല്ല, ഇത് ആക്ച്വലി ഞാനിപ്പം മോർണിംഗ് ഫുള്ള് സ്മൂത്തീസാണ് കുടിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇത്തിരി ക്യൂട്ടായിട്ടുള്ള ഒരു സ്മൂത്തി ജാറ് വേണം എന്നുണ്ടായിരുന്നു. അതാണിത്. അതിൻ്റെ കൂടെ ഈ ഒരു ഇത് വരുന്നുണ്ട്. നല്ല നല്ല ക്യൂട്ടല്ലേ, ക്യൂട്ടായിട്ടുള്ള ഒരു ജാർ. വേർത്താണ്. ഒരു ഇതിങ്ങനെ വരുന്നത്. ഇതിലിട്ട് നമുക്ക് ജ്യൂസ് കുടിക്കാം, ചായ കുടിക്കാം, കോൾഡ് കോഫി കുടിക്കാം, എന്ത് വേണേലും കുടിക്കാം. ആൻഡ് സ്മൂത്തി കുടിക്കാനാണ് ഞാനിത് മേടിച്ചത്. എന്നിട്ട് ഇതിങ്ങനെ ക്ലോസ് ചെയ്തിട്ട് ഇത് പൊട്ടുന്ന സാധനമാണ്, പക്ഷെ നല്ല രീതിയിൽ പാക്ക് ചെയ്തവർ എനിക്ക് തന്നിട്ടുണ്ട്. ലാസ്റ്റ് വണ്ണാണ്. ഇതിങ്ങനത്തെ കുറച്ച് സ്റ്റിക്കേഴ്സാണ്, സ്റ്റിക്കേഴ്സാണ്. കുറച്ച് നൈറ്റ് വൈബ്സ് ഉള്ള, അത് നമുക്ക് എവിടെയെങ്കിലും ഒരു സൈഡിൽ ഒട്ടിച്ച് വെക്കാൻ പറ്റുന്ന കുറച്ച് സ്റ്റിക്കേഴ്സ് പോലത്തെ, സ്റ്റിക്കേഴ്സ് അല്ല ഇങ്ങനെ ഫ്രെയിംസ് പോലത്തെ ഐറ്റമാണ്. ഐ ഹോപ്പ് യു ലൈക്ഡ് എവറിത്തിങ്. ആൻഡ് ഇത് പീൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഓക്കെ, ഉണങ്ങിയിട്ടുണ്ട്. എനിക്ക് കണ്ടിട്ട് പീൽ ചെയ്യാൻ പറ്റുന്ന പീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതാ നോക്ക്, സൈഡിൽ ഇതായല്ലോ. എൻ്റെ പൊന്നെ, സെറ്റ്. ഓക്കെ, ഇത് കണ്ടോ നിങ്ങൾ? ഈ സൈഡിൽ നിന്ന് ഞാൻ ഇളക്കിയിട്ടുണ്ട്. ഓ, ഭയങ്കര ഈസിയാണ് കേട്ടോ. ഇത് കാണുന്നുണ്ടോ? യെസ്, എൻ്റെ നെയിൽ പോളിഷ് പോയി. വേണ്ട എപ്പോഴാണോ അപ്പോൾ ഇഷ്ടമുള്ള കളർ ഇടാം. അതിന് ശേഷം എന്താ,
നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ പീൽ ചെയ്താൽ മതി. ഇതാ ഒരു പാട് പോലെ. എനിക്ക് നെയിൽ പോളിഷിൻ്റെ ഒരു ആവശ്യമേ ഇല്ല. അല്ല നെയിൽ പോളിഷ് റിമൂവറിൻ്റെ ഒരു ആവശ്യമേ ഇല്ല. കണ്ട ഇതാ സാധനം. ദിസ് ഇസ് സോ നൈസ്. ഇപ്പം നിസ്കരിക്കണം എന്നുള്ള ഭയങ്കര ടെൻഷനുള്ളവർക്ക് ഇത് ഒരു പ്രശ്നമില്ല. നിസ്കരിക്കാൻ വേണ്ടി അപ്പം നെയിൽ പോളിഷ് ഇട്ടിട്ട് റിമൂവ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കേ വേണ്ട, ടെൻഷനില്ല. എവിടെ വെച്ചാണോ അവിടെ അപ്പം നെയിൽ പോളിഷ് പീൽ ചെയ്ത് കളഞ്ഞിട്ട് പോയി എടുത്ത് നിസ്കരിക്കാം. ഓക്കെ, സോ അപ്പോൾ ഇത് വർത്താണ്. ഇതിൽ എഴുതിയിട്ടില്ല, പക്ഷെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിൽ പീലബിൾ നെയിൽ പോളിഷ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൽ എൻകൗണ്ടർ നെയിൽ പോളിഷ്, വാട്ടർ റെസിസ്റ്റൻറ്റ് എൻകൗണ്ടർ നെയിൽ പോളിഷ് എന്നാണ് എഴുതിയിരിക്കുന്നത്. So I hope you like this video. If you like this video, please don't forget to like, share, comment and subscribe. See you on my next video. Bye bye.